സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സീ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എൻ ഓയിൽ. ഡൈനാമിക് വിസ്കോസിറ്റി, അബ്സല്യൂട്ട് വിസ്കോസിറ്റി, കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി, ഒരു സിംപ്ലി വിസ്കോസിറ്റി, ഇതെല്ലാം ആരാണ്? നമ്മളെ mu എന്ന് പറയുന്ന വിസ്കോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എൻ ഓയിൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലൂബ്രിക്കേഷൻ ബിറ്റ്വീൻ എ സ്ക്വയർ പ്ലേറ്റ് ഓഫ് സൈസ് 0.8 into 0.8 മീറ്റർ ബൈ 0.8. അതായത് ലെറ്റ്സ് ദിസ് ഇസ് ദ പ്ലേറ്റ്. നേരത്തെ കാണിച്ചത് ഇതിനാണ് നമ്മൾ പ്ലേറ്റ്. ഈ കാണുന്ന പ്ലേറ്റിലൊരു സ്ക്വയർ പ്ലേറ്റ് ആണ്. ഈ കാണുന്ന സൈഡും 0.8 മീറ്റർ ആണ്, ഈ കാണുന്ന സൈഡും 0.8 മീറ്റർ ആണ്. അപ്പോൾ 0.8 into 0.8 നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടുത്തെ ഇവൻ്റെ എന്ത് കിട്ടും? ഇവൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അവിടെ തൊട്ട് മുന്നത്തെ പ്രവർത്തനത്തിൽ ഏരിയ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ പ്ലേറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, സോ സെക്കൻഡ് തിങ് ഈസ് and an inclined plane with an angle of inclination of 30 degree as shown in the figure. ഇവിടുത്തെ ഒരു പ്രശ്നം ഈ ഒരു ഇൻക്ലിനേഷനാണ് ഇവിടുത്തെ പ്രശ്നം. ഈ മിക്കവാറുമുള്ള കുട്ടികളും ഈ ഇൻക്ലിനേഷൻ അങ്ങ് മറന്നു പോയിട്ട് സാധാരണ പ്രോബ്ലം പോലെ ഇവൻ എന്ത് ചെയ്യും? അപ്രോച്ചിന് ശ്രമിക്കും. ആ ഇൻക്ലിനേഷൻ മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒരു 30 ഡിഗ്രി ചരിഞ്ഞത്, ഇതാണ് ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതിൽ നിന്ന് ഒരു 30 ഡിഗ്രി ചരിഞ്ഞ് നമുക്കൊരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ പ്ലേറ്റ് നിൽക്കുന്നത്. കണ്ടോ? അത് ഫിഗർ ഞാൻ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ദ വെയിറ്റ് ഓഫ് ദ പ്ലേറ്റ്, സ്ക്വയർ പ്ലേറ്റ്, ഈസ് 300 Newton ആൻഡ് ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 0.3 meter per second. ദ തിക്നെസ് ഓഫ് ദ ഓയിൽ ഫിലിം ഈസ് 1.5 mm. ഇവിടെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇവൻ്റെ ഒരു ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഫിഗർ ഫസ്റ്റ്. നോക്കൂ, ദിസ് ഇസ് അവർ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനുമായി ഏകദേശം ഒരു 30 ഡിഗ്രി ചരിഞ്ഞൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ പ്ലേറ്റ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റും ഫ്ലൂയിഡും കിടക്കുന്നത് എവിടെയാണ്? ഇൻക്ലൈൻഡ് പ്ലെയിനാണ്. തൊട്ടു മുന്നേ പഠിച്ചതെല്ലാം ഹൊറിസോണ്ടൽ പ്ലേറ്റുകളായിരുന്നു. നമുക്ക് ആ പ്ലേറ്റ് ഒന്ന് വരയ്ക്കാം അല്ലേ? ലെറ്റ്സ് സേ നമുക്ക് ആ പ്ലേറ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തോട്ടെ. ലെറ്റ്സ് സേ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നോക്കൂ, ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ പ്ലേറ്റ്. ഈ പ്ലേറ്റ് എവിടെയാണ് കിടക്കുന്നത്? ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ആര് കിടക്കുന്നത്? ഈ പ്ലേറ്റ് കിടക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഇൻ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. കണ്ടോ? ഓക്കെ, കണ്ടോ? ദിസ് ഇസ് അവർ പ്ലേറ്റ്. ഇവനാരാണ്? ഇവനാണ് നമ്മുടെ പ്ലേറ്റ്. ഏത് പ്ലേറ്റ്? ഈ കാണുന്ന പ്ലേറ്റ്. 0.8 മീറ്റർ ലെങ്ത്, 0.8 മീറ്റർ വിഡ്ത്തുള്ള പ്ലേറ്റ്. ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആര് കിടക്കുകയാണ്? ഇങ്ങനെ പ്ലേറ്റ് കിടക്കുക. ഇങ്ങനെ കണ്ടോ? ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് കാണുന്ന ഫ്രണ്ട് വ്യൂ എന്ത് മാത്രം കാണുന്നത്? ഈ പ്ലേറ്റിൻ്റെ ഈ ഒരു തിക്നെസ് അല്ലേ കാണത്തുള്ളൂ. ആ തിക്നെസ്സാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ വരച്ചിരിക്കുന്നത് ആ തിക്നെസ്സാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? പ്ലേറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. ഈ പ്ലേറ്റ് എന്ത് ചെയ്യുകയാണ്? ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഇങ്ങനെ താഴോട്ട് സ്ലൈഡ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. ഈ കാണുന്ന മൂവിങ് പ്ലേറ്റും ഈ കാണുന്ന ഇൻക്ലൈൻഡ് പ്ലെയിനിനും ഇടയിൽ ആര് കിടപ്പുണ്ട്? ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റിയാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സേ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സം ഓയിൽ. നോക്കൂ, ഇവിടെ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. Dynamic viscosity of a lubricating oil between a square plate of size 0.8 meter 0.8 and an inclined plane. കണ്ടോ? ഈ കാണുന്ന സ്ക്വയർ പ്ലേറ്റും ഈ കാണുന്ന ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഇടയിലുമാണ് ആര് ഫില്ല് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. ആ ഓയിലിൻ്റെ വിസ്കോസിറ്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ആംഗിൾ ഹിയർ? ദിസ് ഈസ് 30 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആസ് ഷോൺ ദ ഫിഗർ. ഈ ഫിഗർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യത്തില്ല, ഈ ഫിഗർ തരണമെന്നില്ല. ഫിഗർ വരയ്ക്കാനുള്ള ഈ പറഞ്ഞ ഗിവൺ ഡേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിഗർ വരയ്ക്കണം. കുറേ കൂടെ ഒരു ക്ലാരിറ്റി ക്വസ്റ്റ്യൻസിൽ വരും. ഇനി ഈ കാണുന്ന പ്ലേറ്റിൻ്റെ വെയിറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് ആ ഗിവൺ ഡേറ്റാസ് ഒന്ന് എഴുതി പോകാം. സോ ദ വെയിറ്റ് ഓഫ് ദ പ്ലേറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര വെയിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 300 Newton എന്ന് പറയുന്നുണ്ട്. ദെൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഈ കാണുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ താഴോട്ട് സ്ലൈഡ് ചെയ്ത് പോവുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 0.3 meter per second. എന്ത് ചെയ്യുകയാണ്? പ്ലേറ്റ് സ്ലൈഡ് ചെയ്ത് പോകുക. അങ്ങനെയാണെങ്കിൽ ദ തിക്നെസ് ഓഫ് ദ ഓയിൽ ഫിലിം ഈസ് എത്രയാണ്? 1.5 mm, വിച്ച് മീൻസ് നോക്കുക, നിങ്ങൾ ഇതാ കാണുന്ന ഈ കാണുന്ന ഇൻക്ലൈൻഡ് പ്ലെയിനും ഈ കാണുന്ന പ്ലെയിനിൻ്റെ ഇടയിൽ ആരെ വെച്ചിട്ടുണ്ട്? നമ്മുടെ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഓയിലിൻ്റെ തിക്നെസ്, ഇത്രയും തിക്നെസ്സിൽ ആരെ ഫില്ല് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ ഓയിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് സേ ഈ കാണുന്നതാണ് നമ്മുടെ
ഓയിൽ തിക്നെസ് എത്ര എന്ന് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് സിംപ്ലി 1.5 mm എന്ന് പറയുന്നുണ്ട്. ഇത്രയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയുന്നത് ആരാണ്? മ്യൂ എന്ന് പറയുന്ന വിസ്കോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഫിഗറിനെ ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി ഒന്ന് വരയ്ക്കാം, ഒന്ന് ചെറുതാക്കി വയ്ക്കാം. നമുക്കിപ്പം കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഫിഗറിൻ്റെ ആവശ്യം വലുതായിട്ട് വരത്തില്ല. നിങ്ങളത് നോട്ട്സിലോട്ട് മാറ്റുമ്പോൾ ഇത് ക്ലിയർ ആയിട്ടൊന്ന് വരച്ചുണ്ടാവും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്? അഗെയിൻ വി ആർ ഗോയിങ് ടു അപ്ലൈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ടൗ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ dy. ഈ കാണുന്ന du by dy ആരാണ്? ദിസ് ഇസ് അവർ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. വി ക്യാൻ അസ്യൂം ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ആസ് എന്താണ്? ലീനിയർ വെലോസിറ്റി പ്രൊഫൈൽ. വെലോസിറ്റി പ്രൊഫൈൽ ലീനിയർ ആയതുകൊണ്ട് du by dy യുടെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് u by y ആയിരിക്കും. u എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്ലേറ്റിൻ്റെ ഗിവൻ വെലോസിറ്റി എത്രയാണ്? 0.3 m/s. വാട്ട് ഈസ് y ഹിയർ? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫിക്സഡ് പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് നമ്മുടെ y എന്ന് പറയുന്ന സാധനം. നേരത്തെ നമ്മുടെ പ്ലേറ്റ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിരുന്നു. നമ്മൾ ഈ കാണുന്ന വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നു? y മെഷർ ചെയ്തു. ഇപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആണ്. ഇതാ നോക്കൂ, നമ്മുടെ പ്ലേറ്റ് ഇതാ നോക്കൂ, ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ മുകളിലോട്ട് മെഷർ ചെയ്യുന്നതാണ് എന്ത്? y. ഞാൻ ആ y മെഷർ ചെയ്യാം. സോ ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ y ഡയറക്ഷൻ, വിച്ച് മീൻസ് ഈ കാണുന്ന കുഞ്ഞ് തിക്നെസ് എന്ന് പറയുന്ന സാധനം ആരാണ്? ഇതാണ് നമ്മുടെ y. അപ്പോൾ യുവും അറിയാം, വൈയും അറിയാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. u 0.3 m/s ആണ്, y 1.5 mm ആണ്. അപ്പോൾ du by dy കിട്ടിയേ. ടൗ എന്ന് പറഞ്ഞാൽ ആരാണ്? വാട്ട് ഈസ് ടൗ? നമുക്ക് ഷിയർ സ്ട്രെസ് ആണ്, നമുക്കറിയാം. വാട്ട് ഈസ് ടൗ ഈസ് ഡിഫൈൻഡ് ആസ് വാട്ട്? ഇറ്റ് ഈസ് സിംപ്ലി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് ഷിയർ സ്ട്രെസ് ഇൻറ്റു mu into u by y. ശരിയല്ലേ? സോ ഫ്രം ഹിയർ വി ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട്? മ്യൂ കണ്ടെത്തണം. സോ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു വൈ ബൈ യു. ശരിയല്ലേ? നോക്കൂ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? മ്യൂനെയാണ്. സോ മ്യൂ മാത്രം അവിടെ ഇട്ടിട്ട് എഫ് ബൈ എ ലെഫ്റ്റിലുണ്ട്, ഇത് പുറത്ത് പോകുമ്പോൾ വൈ ഡിവൈഡഡ് ബൈ യു ആയി മാറി. ഇതിൽ നമുക്ക് എന്തൊക്കെ അൺനോൺ, എന്തൊക്കെ വാല്യൂസുകൾ കൃത്യമായി അറിയാമെന്ന് ആദ്യം നമ്മൾ നോക്കൂ. എഫ് അവിടെ നിൽക്കട്ടെ. വൈ നമുക്കറിയാം, എത്ര തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 1.5 mm എന്നറിയാം. യു തന്നിട്ടുണ്ട്, പ്ലേറ്റ് വെലോസിറ്റി 0.3 m/s എന്നറിയാം. ഏരിയ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എന്താ ഏരിയ തന്നേക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കൂ. ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഈസ്, ഏരിയ പറയുന്നില്ല ക്വസ്റ്റ്യനകത്ത്. ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ ഇൻഡയറക്ട്ലി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഏരിയ? ഇറ്റ് ഈസ് സിംപ്ലി 0.8 ഇൻറ്റു 0.8, വിച്ച് മീൻസ് 0.64 m². ആണ്. ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ കണ്ടെത്താൻ പറ്റും. സോ ഏരിയ അറിയാം, വൈ അറിയാം, യു അറിയാം. ഇനി കണ്ടെത്തുന്നത് ഫോഴ്സ് ആണ്. സാധാരണ എല്ലാ കുട്ടികൾക്കും ഒരു 90% കുട്ടികളും തെറ്റിക്കുന്ന അറിയാമോ? ഈ കാണുന്ന ഫോഴ്സ് എന്ന് അവർ ആരായിട്ട് തെറ്റിദ്ധരിക്കും? ഈ കാണുന്ന പ്ലേറ്റിൻ്റെ വെയിറ്റായ 300 ന്യൂട്ടനായിട്ട് അങ്ങ് തെറ്റിദ്ധരിക്കും. അത് അബ്സല്യൂട്ട്ലി ഒരു 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 എന്താ പറയുക, ഒരു ബുൾഷിറ്റ് കൺസെപ്റ്റാണ്, ഒരു മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കാണുന്ന എഫ് എന്ന് പറഞ്ഞവൻ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഫസ്റ്റ് വിസ്കോസിറ്റി പഠിപ്പിച്ചപ്പോൾ ഓർമ്മയുണ്ടോ? ദിസ് എഫ് ഈസ് ദ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്ലേറ്റിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഷിയർ ഫോഴ്സ്, ഇല്ലേ? പ്ലേറ്റ് എന്ന് പറയുന്ന ഈ പ്ലെയിനിന് പാരൽ ആയതുകൊണ്ടാണ് അവൻ്റെ പേര് വരാൻ കാര്യം. എന്താണ്? ഷിയർ ഫോഴ്സ് എന്ന് പോലും വരാൻ കാരണം. പക്ഷേ വെയിറ്റ്, ഈ കാണുന്ന വെയിറ്റ് എന്ന് പറഞ്ഞ 300 ന്യൂട്ടൺ എങ്ങോട്ട് ആക്ട് ചെയ്യും? വെയിറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അതായത് ഈ കാണുന്ന പ്ലേറ്റിന് വെയിറ്റ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് ആയ ഈ ഡയറക്ഷനിൽ എന്ത് ആക്ട് ചെയ്യത്തുള്ളൂ? വെയിറ്റ് ആക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ നമുക്ക് ആവശ്യം ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് അല്ല. നമുക്ക് ആവശ്യം എന്താണ്? ഈ പ്ലേറ്റിന് പാരലൽ ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ കാണുന്ന വെയിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. എങ്ങോട്ട് റിസോൾവ് ചെയ്യണം? ഈ കാണുന്ന പ്ലെയിൻ അല്ലെങ്കിൽ ഈ കാണുന്ന പ്ലേറ്റിന് പാരലായിട്ട് റിസോൾവ് ചെയ്യണം. അങ്ങനെ പാരലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പോണൻ്റ് ആണ് സിംപ്ലി ഇറ്റ് ഈസ് W sin 30. ഇതെങ്ങനെ W sin 30 വന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതേ ചാനലിൽ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കിനകത്ത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വന്നാൽ അവിടെ എങ്ങനെ നമ്മുടെ ഈ കാണുന്ന പ്ലെയിന് പാരലൽ കമ്പോണൻ്റ് എങ്ങനെ സൈൻ കമ്പോണൻ്റ് ആകുമെന്ന് ഞാൻ കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അത് പറഞ്ഞ സമയം കളയുന്നില്ല, ശ്രദ്ധിക്കണേ. ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഈ കാണുന്ന വെയിറ്റ് W എന്ന് പറയുന്ന 300 ന്യൂട്ടൺ ഓൾവേസ് ആക്ടിങ്
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഈ കാണുന്ന വെയിറ്റ് W എന്ന് പറയുന്ന ഫോഴ്സ് 300 ന്യൂട്ടൺ ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. നമുക്ക് ആവശ്യം അതല്ല. നമുക്ക് ആവശ്യമായ ഷിയർ ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് പാരലൽ ടു ദ പ്ലെയിൻ. ഈ പ്ലെയിന് പാരലായിട്ടുള്ള ഫോഴ്സ് വേണം. അപ്പോൾ ഈ കാണുന്ന W എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ എന്ത് ചെയ്തു? ഈ പ്ലെയിന് പാരലായിട്ട് റിസോൾവ് ചെയ്തു. ആ കമ്പോണൻ്റാണ് ആര്? W sin 30 എന്ന് പറയുന്ന കമ്പോണൻറ്റ്. അപ്പോൾ W sin 30 നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് സിംപ്ലി W sin 30. W എന്ന് പറഞ്ഞാൽ 300 sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ഇറ്റ് ഈസ് 150 ന്യൂട്ടൺ ആണ് നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ്. ഇത് തന്നെയാണ് എല്ലാ കുട്ടികളും തെറ്റിക്കുന്നത്. ഇത് ഒരുപാട് പ്രാവശ്യം 2 or 3 പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറുമുള്ള കുട്ടികളും ഫോഴ്സ് നമുക്കിവിടെ ഇക്വേഷനിലൊരു ഫോഴ്സ് കിടപ്പുണ്ട്, ക്വസ്റ്റ്യനകത്തൊരു ഫോഴ്സ് ഉണ്ട്. രണ്ടും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യുന്നു. ആ ഫോഴ്സ് 300 നിങ്ങൾ അസ്യൂം ചെയ്യും. അത് തെറ്റാണ്. ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിനകത്ത് പഠിച്ച് ചെറിയ കൺസെപ്റ്റൽ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ ആ മിസ്റ്റേക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ വിസ്കോസിറ്റിയുടെ വാല്യൂ കണ്ടെത്താം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് എന്ന് എത്രയാണ്? 150 ന്യൂട്ടൺ. ഏരിയയുടെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 0.64 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ തന്നിട്ടുണ്ട് 1.5 mm ആണ്. ഇൻറ്റു 10⁻³ ചെയ്യുക. യുടെ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് 0.3 m/s. സോ ഇത്രയും വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് മ്യൂ വിൽ ബി ആസ് 1.171 Newton/m² ആയിട്ട് കിട്ടും. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് അവർ കോഎഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി ഓർ ഡൈനാമിക് വിസ്കോസിറ്റി. ചിലപ്പോൾ അവർ എക്സാമിന് ചോദിക്കും ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഇൻ പോയ്സ് എന്ന് ചോദിക്കും. പോയ്സിലോട്ട് മാറ്റം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് പോയ്സിൽ കിട്ടും. പോയ്സിലാണ് തന്നിരിക്കുന്നത് ഡിവൈഡ് ബൈ 10 ചെയ്താൽ എന്ത് കിട്ടും? അത് Newton/m² ആയിട്ട് മാറും. അപ്പോൾ പോയ്സിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഒരു പോയിന്റ് പുറത്ത് വരും. സോ 11.71 പോയ്സിൽ നമുക്ക് ഇവനെ കിട്ടാം. എക്സാമിന് ഒരു പക്ഷേ എന്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്? പോയ്സിൽ വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ആകപ്പാടെ ശ്രദ്ധിക്കാനുള്ളത് ഏത് കമ്പോണൻ്റാണ്? വെയിറ്റ് എന്ന് പറയുന്നത് പ്യൂർലി വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെന്നും നമുക്ക് ആവശ്യം ഇവിടെ നമ്മുടെ പ്ലേറ്റിന് പാരലായിട്ടുള്ള ഷിയർ ഫോഴ്സ് ആണെന്നും അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേറ്റിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക. ഇതുപോലുള്ള ഇങ്ങനെയുള്ള കേസിൽ, അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലും വെയിറ്റ് പ്യൂർലി വെർട്ടിക്കലാണെങ്കിൽ ഈ തന്നിരിക്കുന്നത് ഈ നമ്മുടെ പ്ലെയിനും ഹൊറിസോണ്ടലുമായിട്ട് മേക്കുന്ന ആംഗിളാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ കമ്പൗണ്ട് എപ്പോഴും എന്തായിരിക്കും? W sin 30. ശ്രദ്ധിക്കണം, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ തന്നിരിക്കുന്ന ആംഗിൾ എപ്പോഴും W sin θ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ അസ്യൂം ചെയ്യരുത്. ഈ തന്നിരിക്കുന്ന ആംഗിൾ നമ്മുടെ പ്ലെയിനും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തന്നിരിക്കുന്നതെങ്കിലാണ് അത് സൈൻ കമ്പൗണ്ട് ആവുന്നത്. അതേസമയം മറിച്ച് നമ്മുടെ പ്ലെയിനും ഈ കാണുന്ന പ്ലെയിനും വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെങ്കിൽ അത് എന്ത് കമ്പൗണ്ടായി മാറും? അത് കോസ് കമ്പൗണ്ടായിട്ട് മാറും. ഇത് രണ്ടും ഞാൻ എവിടെ പറയുന്നുണ്ട്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സിൽ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കയറി ഒന്ന് കാണുക. ഓക്കെ.